വെൽക്കം ടു CMR ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് എസ്സേ ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്റ്റോറി ലൈൻ, ഹാംലെറ്റിൻ്റെ സ്റ്റോറി ലൈൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി വില്യം ഷേക്സ്പിയറിൻ്റെ ട്രാജഡിയെ കുറിച്ചിട്ടുള്ള, ഹാംലെറ്റ് എന്ന ട്രാജഡിയെ കുറിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ അനാലിസിസ്, അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ ഇതിൻ്റെ സെറ്റിങ്സ്, സോഴ്സ്, അങ്ങനെ ഒരു ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് ആദ്യം പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഷേക്സ്പിയറിയൻ ട്രാജഡി ഇൻ ഹാംലെറ്റ്. അതായത് ഷേക്സ്പിയറിൻ്റെ ട്രാജഡിയുടെ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഹാംലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേക്കകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. So Shakespearean tragedy is based on Aristotle's ideas of series play about a noble person's downfall caused by fate and personal flaws which arouses pity and fear. അതായത് അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഒരു ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേ എബൌട്ട് എ നോബൽ പേഴ്സൺസ് ഡൗൺഫോൾ. അതായത് സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥാനമുള്ള ഒരു വ്യക്തിയുടെ പതനം. അപ്പോൾ അത് വിധി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള ദൗർബല്യങ്ങൾ കൊണ്ടോ ആയിരിക്കാം. അപ്പോൾ അത് ഒരുപാട് സഹതാപമോ കരുണയോ അല്ലെങ്കിൽ ഒരു ഭയമോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ, അതാണ് നമ്മുടെ അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്റ്റിൽ, ഐഡിയാസിൽ ഈ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ഷേക്സ്പിയർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിധം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ് എല്ലാം. എന്നാലും ഷേക്സ്പിയർ എക്സ്പാൻഡ്സ് ദിസ് ബൈ ആഡിങ് എലമെൻറ്റ്സ് ലൈക്ക് കോമിക് റിലീഫ് ആൻഡ് എ റിയലിസ്റ്റിക് മിക്സ് ഓഫ് ജോയ് ആൻഡ് സോറോ. പക്ഷേ അദ്ദേഹം എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഈ ഒരു പിറ്റി ആൻഡ് ഫിയർ, അതായത് നമുക്ക് കാണുന്ന സമയത്ത് ട്രാജഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പിറ്റി ആൻഡ് ഫിയർ ഉണ്ടായിരിക്കും. പക്ഷേ അതിനെ കൂടെ തന്നെ കുറച്ചും കൂടി കോമിക് എലമെൻറ്റ്സ് കൂടി ചേർത്തിട്ടാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസ് ചിലതൊക്കെ അദ്ദേഹം എഴുതാറുള്ളത്. ഇവിടെ ദ സെൻട്രൽ ഫിഗർ ഈസ് എ ട്രാജിക് ഹീറോ ഓഫ് ഹൈ റാങ്ക് such as പ്രിൻസ് ഹാംലെറ്റ്. അതായത് നമുക്കറിയാം ഇതിനകത്തുള്ള കഥാപാത്രം, ഹാംലെറ്റിലെ കഥാപാത്രം ഇതുപോലെ സമൂഹത്തിലൊരു ഹൈ റാങ്കുള്ള, അതായത് പ്രിൻസ് ഹാംലെറ്റ് ആണ്. ഹുസ് ഫാൾ എഫക്ട്സ് നോട്ട് ഓൺലി ഹിംസെൽഫ് ബട്ട് ദ എൻറ്റയർ കിങ്ഡം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പതനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി മാത്രം ബാധിക്കുന്ന ഒന്നല്ല, ആ ഒരു ചുറ്റുമുള്ള സമൂഹത്തെ മൊത്തം, ആ ഒരു രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് വ്യക്തികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഹാംലെറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യമായിട്ട് എടുക്കുന്നത് തീരുമാനമെടുക്കുന്നതിലുള്ള മടി, അതുപോലെ അമിതമായിട്ട് ചിന്തിക്കുക, ഒരു വിഷയം ചെയ്യണോ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, ഒരു ഡിലേ അവിടെ വരുന്നുണ്ട്. ഇതാണ് ഇവിടെ ഹാംലെറ്റിൻ്റെ പ്രധാനപ്പെട്ട ദൗർബല്യമായിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ദൗർബല്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പ്രതികാരം എന്ന് പറയുന്നത് ചെയ്യാൻ വൈകിയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ വിധി, അതുപോലെ തന്നെ സ്വതന്ത്രമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇച്ഛകൾ, അതൊക്കെ ഒരുമിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലെ ട്രാജഡിയിലേക്ക്, ഈ ട്രാജഡിയുടെ ചില ഒരു ഭാഗം, അതായത് ഒരു തെറ്റായ ഭാഗം അല്ലെങ്കിൽ ഒരുപാട് ക്രിട്ടിക്സ് വിമർശിച്ചൊരു ഭാഗം ഇതാണ്. അതായത് ഹാംലെറ്റിന് ആ ഒരു റിവെഞ്ച്, ഒരു പ്രതികാരം ചെയ്യാൻ അദ്ദേഹം ഡിലേ ആവുന്നു എന്നുള്ളത്. അതായത് ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിധി, അതുപോലെ ഫ്രീ വിൽ എന്ന് പറഞ്ഞല്ലോ. അതായത് ഗോസ്റ്റിൻ്റെ വരവ്, അതുപോലെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കുറച്ച് ആളുകൾ കപ്പലിനെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിധിയാണ്. എന്നാൽ അതേസമയം ഹാംലെറ്റ് തീരുമാനം എടുക്കുന്നതിൽ വൈകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഫ്രീ വിൽ, അത് അദ്ദേഹത്തിനെ എന്തിലേക്കാണ് നയിക്കുന്നത്, അവിടെ ഒരു പ്രോബ്ലം പറയുന്നുണ്ടല്ലോ, അതാണ് അതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ദി പ്ലേ ഓൾസോ പ്രസൻസ് ബോത്ത് എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്. അതായത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പ്രോബ്ലംസ് ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലോഡിയസ് ലേർട്ടസ് എന്നിവരുമായിട്ട് ലാസ്റ്റ് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു ബാഹ്യ സംഘർഷമാണ്, ഒരു എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സ് ആണ്. അതേസമയം ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന സോളിലോക്കി പോലെയുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സും, അതായത് ഈ തീരുമാനമെടുക്കാൻ വൈകുന്ന ചില കാര്യങ്ങളെ അഗാധമായി ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങൾ ഇതിനകത്തുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സുകളായിട്ടും എടുത്തു പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു പ്ലേക്ക് ഒരു സൈക്കോളജിക്കൽ ഡെപ്ത് കൊടുക്കുന്നതും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അതായത് ഒഫീലിയ പോലെയുള്ള ഒരു നിരപരാധി മരിക്കുന്നുണ്ടല്ലോ, ഒരു ട്രാജിക് വേസ്റ്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതായത് അതിൻ്റെ അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒഫീലിയയുടെ മരണം, ഒരു നിരപരാധി അതിന് മരിക്കുന്ന ഒരു സംഭവം ഒരു ട്രാജിക് വേസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പൊളോണിയസ്, അതുപോലെ ഗ്രേവ് ഡിഗേഴ്സ്, അവരിലൂടെയൊക്കെയുള്ള കുറേ നർമ്മപരമായ കാര്യങ്ങൾ, പിന്നെ ചില മനോഹരമായ ഭാഷയിൽ അദ്ദേഹം പല കാര്യങ്ങളും എടുത്തു പറയുന്നത്. പിന്നെ ഗോസ്റ്റിൻ്റെ പ്രത്യക്ഷപ്പെടൽ, അതുപോലെ പ്ലേ വിത്തിൻ എ പ്ലേ, ഒരു
ഇത് പറയുന്നുണ്ടല്ലോ, ഒരു ഡ്രാമ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഇങ്ങനെയാണ് അച്ഛൻ മരിച്ചു പോയത് എന്നുള്ളത് ക്ലോഡിയസിനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്ലേ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഹാംലെറ്റ്. അതാണ് ഇതിനകത്തെ പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് രംഗങ്ങൾ അതിനകത്ത് വേറെ വരുന്നുണ്ട്. ഇതെല്ലാം ഹാംലെറ്റിനെ കാലത്തിനതീതമായ ഒരു മാസ്റ്റർ പീസാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്രീ വിൽ, അതുപോലെ ഫെയ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളും ഇന്റേണൽ കോൺഫ്ലിക്ട്സുകളും എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സുകളും അതൊക്കെ ഉണ്ട്. അതുപോലെ ചില ഭാഗത്തൊക്കെ നമ്മൾ ഹാംലെറ്റിന് ഡിലേ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ് എന്നുണ്ടെങ്കിലൊക്കെ ഇതിനെല്ലാം പുറമേ ആയിട്ട് ഇദ്ദേഹം ഷേക്സ്പിയർ ഉപയോഗിച്ച ലാംഗ്വേജ്, ചില ഭാഗത്ത് ഉപയോഗിക്കുന്ന നർമ്മപരമായ കാര്യങ്ങൾ, അല്ലാതെയുള്ള ചില പ്ലേ വിത്തിൻ എ പ്ലേ പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലേ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് കാലത്തിന് അതീതമായ പ്രശസ്തമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിഗ്നിഫിക്കൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് ഹാംലെറ്റ്. ഹാംലെറ്റ് ഈസ് കൺസിഡേർഡ് ഷേക്സ്പിയേഴ്സ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് ഓഫ് ഹിസ് 4 മേജർ ട്രാജഡീസ്. അതായത് ഷേക്സ്പിയറിൻ്റെ ഒരുപാട് ട്രാജഡീസിലെ ആദ്യത്തെ ഫേമസ് ആയിട്ടുള്ള 4 ട്രാജഡീസിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഹാംലെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രശസ്തമാവാൻ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ കണ്ടു. പക്ഷേ എന്നിരുന്നാലും ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസിൽ മുന്നിട്ട് നിൽക്കുന്ന 4 ഒന്നാണ് ഹാംലെറ്റ് എന്ന് പറയുന്നത്. Transforms a simple revenge story into a deep philosophical and psychological drama about the human soul, fate, justice and life's limitations. അതായത് ഇതിവിടെ ഷേക്സ്പിയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗോസ്റ്റിനെ വെച്ചിട്ട്, ഫെയ്റ്റ് വെച്ചിട്ട്, അതുപോലെ നീതി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതുപോലെ മനുഷ്യൻ്റെ പരിമിതികൾ, പല കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ളതുമായ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പ്ലേ ഇവിടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിലുള്ള ചില ഫീച്ചേഴ്സാണ് ഇതുപോലെ, ചില ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുക, ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. അതെല്ലാം ഷേക്സ്പിയറിന് ഈ ഒരു പ്ലേയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാംലെറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രാജിക് ഹീറോ ആണ്. ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാ വായനക്കാരെയും എല്ലാ ക്രിട്ടിക്സിനെയും വളരെയധികം അട്രാക്ട് ചെയ്തതാണ്. അതായത് പോസിറ്റീവായിട്ട് കമൻറ്റ് വന്നാലും നെഗറ്റീവായിട്ട് വന്നാലും. അപ്പോൾ ഹാംലെറ്റിന് തീർച്ചയായിട്ടും മറ്റുള്ള കഥാപാത്രങ്ങളുമായിട്ടും മറ്റുള്ള ട്രാജഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് വാല്യൂ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പിന്നെ സാക്സോ ഗ്രമാറ്റിക്കസിൻ്റെയും അതുപോലെ ഹാംലെറ്റും എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ളതും അതുപോലെ ഫിലോസഫിക്കലായിട്ടുള്ളതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ഹാംലെറ്റ് എന്ന ഒരു കഥാപാത്രത്തെ, ഒരു ക്യാരക്ടറിനെ അതിൻ്റേതായ രീതിയിൽ ഇപ്പോൾ ചിന്താപരമായ പ്രവർത്തനങ്ങളാണെങ്കിലും അത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിച്ചിട്ടാണ് ഷേക്സ്പിയർ അങ്ങനെ ഒരു പ്ലേ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനപ്രീതി നേടുന്നതിൽ അത് പരാജയപ്പെട്ടിട്ടില്ല ആ ഒരു കാലഘട്ടത്തിനെ സ്വാധീനിക്കുമ്പോൾ. പക്ഷേ എന്നാലും ചില സമയത്ത് ഇപ്പോൾ ഫിലോസഫിക്കലായിട്ട് എടുക്കുകയാണെങ്കിലും അതുപോലെ സൈക്കോളജിക്കലായിട്ട് എടുക്കുകയാണെങ്കിലും ഒരു ഡ്രാമ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പുതിയ ഒരു വ്യാഖ്യാനത്തിന് വിധേയമാകുന്ന ഒരു ജീവിത ഗ്രന്ഥമായിട്ട് ഇന്നും ഹാംലെറ്റ് നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു വർക്കിൻ്റെ പോപ്പുലാരിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫ്രം ദ യൂണിവേഴ്സൽ അപ്പീൽ ഓഫ് ഹാംലെറ്റ് ആൻഡ് ദ ബാലൻസ് ഓഫ് തോട്ട് ആൻഡ് ആക്ഷൻ. അതായത് ഇപ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും രണ്ടും ചേർത്ത് വെച്ചിട്ടാണെങ്കിലും ദ എക്സ്പ്ലോറേഷൻ ഓഫ് മാഡ്നസ് ആൻഡ് ദ വെറൈറ്റി ഓഫ് ഇമോഷൻസ്, ഇതെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നും ജനങ്ങളുടെ ഇടയിൽ അത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് ഹാംലെറ്റിന്. ഹാംലെറ്റിൻ്റെ ടെക്സ്റ്റുവൽ ഹിസ്റ്ററിയാണ് ഇനി പറയുന്നത്. ദർ ആർ 3 മെയിൻ ഏർലി വേർഷൻസ്. അതിനകത്ത് ആദ്യം ഒരു ബാഡ് ക്വാട്ടോ പറയുന്നുണ്ട്. അതൊരു ക്യാരക്ടർ, അതായത് ഒരു ആക്ടറിൻ്റെ ഓർമ്മയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പതിപ്പാണത്. അതിനുശേഷം ഗുഡ് ക്വാട്ടോ വന്നു. അത് കുറച്ചും കൂടി ലെങ്തിയാണ്. അതായത് ഷേക്സ്പിയറിൻ്റെ യഥാർത്ഥ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു വർക്കിനോട് ഏറ്റവും അടുത്ത സാമ്യമുള്ള രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണുന്ന മിക്ക പതിപ്പുകളും എഡിഷൻസും വന്നിട്ടുള്ളത് അതാണ്, രണ്ടാമത്തെയാണ്. പിന്നെ ഫസ്റ്റ് ഫോളിയോ, അതായത് ഷേക്സ്പിയറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടി പ്രസിദ്ധീകരിച്ചാണത്. അപ്പോൾ അതിന് തന്നെ 70-ലധികം പുതിയ ലൈൻസുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 230 വരികൾ അതിനകത്ത് ഒഴിവാക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കാരണം ഇതിനകത്ത് യഥാർത്ഥമായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എഡിറ്റേഴ്സിനുണ്ട്. അതുകൊണ്ട് ഹാംലെറ്റ് നമ്മുടെ കയ്യിലുള്ളത് ഒരു നിശ്ചിതമായ ഒരു ഗ്രന്ഥം, അത് ഷേക്സ്പിയറിൻ്റെ ഒരു കറക്റ്റ് ഒറിജിനൽ വേർഷൻ അല്ല, മറിച്ച് ഒരുപാട് സമയങ്ങളിലായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് വിധേയമായിട്ടുള്ള ഒരു മാസ്റ്റർ പീസാണ് നമ്മളുടെ കയ്യിലുള്ളത്.
ഹാംലെറ്റിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുന്ന സമയത്ത് ഹാംലെറ്റ് ഈസ് സെറ്റിൻ ഇൻ എൽസിനോർ, നൗ ഇൻ ഡെൻമാർക്ക്. ദ മെയിൻ ലൊക്കേഷൻ ഈസ് ക്രോൺബോർഗ് കാസിൽ. അത് ഈ ഒരു കാസിൽ ആ പ്ലേയിൽ പറയുന്നത് ദ കാസിൽ എന്നാണ്. സോ ഇവിടെ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഒരു കാസിലിനകത്ത് തന്നെയാണ്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഒരു കടലിനരികെ വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഒരു ഗ്ലൂമി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയുള്ള സ്ഥലത്താണ് കാസിൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വ്യത്യാസം കൂടി നമുക്കതിനകത്ത് കാണാം. ടോട്ടലി നമ്മൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള എൽസിനോറിൽ നിന്ന് വല്ലാണ്ട് ഒന്നും പുറത്തേക്ക് പോകണില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോഴ്സാണ്. അതായത് ഷേക്സ്പിയർ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദ ഏർലിയസ്റ്റ് ഈസ് സാക്സോ ഗ്രമാറ്റിക്കസ് ഹിസ്റ്റോറിക്ക ഡാനിക്ക, നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞ ശേഷം പിന്നെ പറയുന്നത് തോമസ് കിഡ് എഴുതിയിട്ടുള്ള ഹാംലെറ്റ് എന്ന് പറയുന്ന വേറൊരു വർക്ക്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സോഴ്സായിട്ട് എടുത്തു പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു എന്നല്ല പറയുന്നത്, ചില ആശയങ്ങൾ അവരുടെ അകത്തുള്ള ഈ ട്രാജഡി എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ കുറച്ച് സൈക്കോളജിക്കലും കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ഇത് ഷേക്സ്പിയറിൻ്റേതായിട്ടുള്ള വേർഷനാക്കി കൊടുത്തിട്ട് പിന്നെ ചില ആശയങ്ങൾ അതിൽ നിന്ന് കടമെടുത്ത് രണ്ടും കൂടി മിക്സാക്കി അദ്ദേഹം കഥാപാത്രങ്ങളുടെ സങ്കീർണമായ കഥാപാത്രങ്ങളാക്കിയിട്ടും അതുപോലെ ചില ആശയങ്ങളെ കുറച്ചും കൂടി ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുമൊക്കെ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ മികവ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് ഷേക്സ്പിയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷേക്സ്പിയർ ഒരിക്കലും ഇവിടെ ഹി ഡിഡിൻ ജസ്റ്റ് കോപ്പി ദ ഓൾഡ് സ്റ്റോറി. അതായത് നേരത്തെ പറഞ്ഞ രണ്ട് സോഴ്സും അങ്ങോട്ട് കോപ്പി ചെയ്തു എന്നല്ല പറയുന്നത്. അദ്ദേഹം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ആഴമുള്ള ഒരു കഥാപാത്രത്തിനെയും അതുപോലെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സുകൾ കൂടി അദ്ദേഹം അതിനകത്ത് കൊടുത്തിട്ട് ഒരു സാധാരണ ഒരു ട്രാജഡിയെ മനുഷ്യൻ്റെ സ്വഭാവം കൊണ്ട്, സംശയം കൊണ്ട്, നിലനിൽപ്പ് കൊണ്ട്, ഇങ്ങനത്തെയുള്ള ഒരുപാട് ആശയങ്ങൾ ആഴമുള്ള ഒരു പഠനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പോലെയാണ് ഹാംലെറ്റിനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ പവർ ഓഫ് ഹാംലെറ്റ് ഹാസ് വെരി ഫ്യൂ ഈക്വൽസ് ഇൻ വേൾഡ് ഡ്രാമ. പോപ്പുലാരിറ്റി ഓഫ് ദ പ്ലേ സ്കൗസസ്. അതായത് എന്തുകൊണ്ടാണ് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ഇത്രയധികം പ്രശസ്തമായത്? അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് വേൾഡ് ബുക്കാണെന്ന് പറയുന്നുള്ളത്, അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നത്? സോ ആദ്യം പറയുന്നത് യൂണിവേഴ്സൽ ക്യാരക്ടർ. ഈ ഹാംലെറ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തിലെയും ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ട്രാജഡി ഓഫ് തോട്ട്, ജീവിതം, മരണം, വിധി, സംശയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ ട്രാജഡി ഓഫ് ആക്ഷൻ, ഇറ്റ് ഓൾസോ ഹാസ് ത്രില്ലിംഗ് സീൻസ് ആൻഡ് ഡ്രാമ. എന്നും ട്രാജഡി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അതിനകത്ത് കുറച്ച് ത്രില്ലിംഗ് സീൻസ് ഉണ്ടായിരിക്കും, ഡ്രാമ ഒക്കെ ഉണ്ടായിരിക്കും. പ്ലേ വിത്തിൻ്റെ പ്ലേ നമ്മൾ കണ്ടല്ലോ അതേപോലെ. ദെൻ റിനൈസൻസ് സ്പിരിറ്റ്, റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ ഈ ക്യൂരിയോസിറ്റി, എന്തെങ്കിലും ഒരു കാര്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി, അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മാഡ്നസ്, ഹാംലെറ്റ് അവിടെ അഭിനയിച്ചിട്ടില്ലേ ഭ്രാന്തനായിട്ട്. അതുപോലെ ഒഫീലിയ ഹാംലെറ്റ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ, അച്ഛൻ മരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ മാനസികമായി തളർന്ന് ഭ്രാന്തമാവുന്ന ഒഫീലിയയുടെ യഥാർത്ഥ ഭ്രാന്തും ഇവിടെ ഹാംലെറ്റ് അഭിനയിച്ച ആ ഭ്രാന്തും, അത് രണ്ടും തമ്മിലുള്ള ഡിബേറ്റ്. പിന്നെ വെറൈറ്റി, അതായത് വൈവിധ്യം, അതായത് ദുഃഖമാണെങ്കിലും മാനസികതയാണെങ്കിലും നർമ്മമാണെങ്കിലും ഓരോ കഥാപാത്രങ്ങളും അത് എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അത് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നത്, ആ രീതി. അപ്പോൾ ഇത്തരം ഈ യൂണിവേഴ്സൽ ക്യാരക്ടർ, ട്രാജഡി ഓഫ് തോട്ട്, ട്രാജഡി ഓഫ് ആക്ഷൻ, റിനൈസൻസ് സ്പിരിറ്റ്, മാഡ്നസ്, വെറൈറ്റി, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ഇന്നും ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ലോകത്തിലൊരു വേൾഡ് ബുക്ക് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഇനി ക്രിട്ടിക്കൽ അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ആദ്യം പറയുന്നത്, Hamlet has fascinated audiences for 400+ years because of its complex problems and mysterious hero. So Shakespeare's themes of revenge, madness and human sufferings are still powerful. അതായത് നൂറ്റാണ്ടുകളായി ഓഡിയൻസിനെയും ക്രിട്ടിക്സിനെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരു കഥയാണ് ഹാംലെറ്റിൻ്റെ. അതിനകത്ത് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, നിഗൂഢതയുണ്ട്. അങ്ങനെയുള്ള നായകനെയാണ് നമ്മൾ കാണുന്നത്. റിവെഞ്ച് ഉണ്ട്, ഭ്രാന്തുണ്ട്, മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളുണ്ട്. എല്ലാ പ്രമേയങ്ങളും വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ എലിസബത്തിന് ഓഡിയൻസ്, അതായത് എലിസബത്തിന് കാലഘട്ടത്തിലെ ആളുകൾക്ക് ഈ പ്രതികാര കഥകളും അല്ലെങ്കിൽ പ്രേതകഥകളും ഒക്കെ പരിചിതമാണ്. അന്നത്തെ ആ ഒരു എല്ലാ കഥകളിലും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ഡ്രാമ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതേസമയം ഇന്നത്തെ വായനക്കാർക്ക്
പഴയ ഇംഗ്ലീഷിലെ പ്രോവബ്സുകൾ, അതുപോലെ സാംസ്കാരികമായി കൾച്ചറലായിട്ടുള്ള ഡിഫറൻസുകൾ, ഇതൊക്കെ അത്ര പെട്ടെന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ്. പക്ഷേ എലിസബത്തിന് കാലഘട്ടത്തിൽ ഈ ഗോസ്റ്റ് അപ്പിയറൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അവർക്ക് ശീലമായതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ നോക്കുന്ന സമയത്ത് ഉള്ള ചില കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് നമുക്കിവിടെ പ്രേതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അവർക്ക് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അതാണ് വ്യത്യാസം. പിന്നെ ചില പരിമിതികളും ഉണ്ടാവുമല്ലോ. ഏതൊരു വർക്ക് എടുക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളതിനെ വിലയിരുത്തപ്പെടുന്ന സമയത്ത് ചില നെഗറ്റീവ്സുകളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ക്രിട്ടിക്സ് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ പൊളോണീസിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, പിന്നെ ചില ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ, അതെല്ലാം ഉണ്ടെങ്കിലും നാടകത്തിൻ്റെ ആ പ്ലേക്ക് അത്രയധികം ഒരു പവർ ഇല്ലാതാക്കുന്നൊന്നും ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് ഡിബേറ്റ് എന്ന് പറയുന്നത് ഈ ഹാംലെറ്റിൻ്റെ ഡിലേയാണ്. അതായത് ഹാംലെറ്റ് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട്. അതായത് ധാർമ്മികതയും അതുപോലെ ഇമോഷൻസും തമ്മിൽ ചേരുന്ന സമയത്തുണ്ടാകുന്ന മനുഷ്യ സ്വഭാവമാണ് ഈ ഡിലേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചില സമയത്ത് ഇത് വേണോ എന്നുള്ളൊരു ചിന്ത, പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടങ്ങൾ, ഇതെല്ലാം ചേരുന്ന സമയത്ത് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്കും ഒരു കാലതാമസം വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഹാംലെറ്റിൽ നമ്മൾ കണ്ടത്. ഇവിടെ ധാർമ്മികതയും വികാരങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില മനുഷ്യ സ്വഭാവം തന്നെയാണ് ഹാംലെറ്റിൻ്റെ ഡിലേ. പക്ഷേ ആ ഡിലേ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലമായിട്ടാണ് ക്രിട്ടിക്സ് ഈ ഒരു വർക്കിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനെ ഒരു ദാറ്റ് സൈക്കോളജിക്കൽ ഡെപ്ത് കീപ്സ് ദ പ്ലേ റെലവൻറ്റ്. അതായത് ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടറിനെ ഒരു ചിന്തകനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം, മരണം, നീതി, ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഇതും ആ ചോദ്യങ്ങൾ ഈ ഒരു പ്ലേ നമ്മളുടെ മുന്നോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദർ ഈസ് എ ഡിവൈനിറ്റി ദാറ്റ് ഷേപ്സ് അവർ എൻഡ്സ്. അതായത് ഹാംലെറ്റ് വിധിയെ ധീരമായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ വിധിയും അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ഫ്രീ വിൽ, ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേർന്നിട്ടുള്ള നാടകമാണിത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഹാംലെറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും ചില ഭാഗങ്ങളിൽ എല്ലാ ക്രിട്ടിക്സിനും ഒരേപോലെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാരക്ടർ ഓഫ് ഹാംലെറ്റ്. ഹാംലെറ്റ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, അതായത് ഇവിടെ സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹാംലെറ്റ്. അതായത് സങ്കീർണമാണ്, ഒരുപാട് നിഗൂഢമാണ്. ഇത്രയും വർഷമായിട്ടും ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിട്ടും എന്താണ് ഹാംലെറ്റ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് പേർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ ഒഫീലിയനോട്, ജെട്രൂഡിനോട്, ഹൊറേഷ്യോ, അതുപോലെ ക്ലോഡിയസ്, ഓരോ ആളുകളോടും ഹാംലെറ്റിൻ്റെ മനോഭാവം വ്യത്യസ്തമാണ്. ഓരോ സാഹചര്യത്തിൽ നമുക്ക് പുതിയൊരു വശമാണ് കാണുന്നത്. അതുപോലെ എലിസബത്തൻ കാലഘട്ടത്തിലെ ഒരു ഐഡിയൽ കഥാപാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹാംലെറ്റ്സ് പ്രോബ്ലം, അതായത് എന്തുകൊണ്ടാണ് ഹാംലെറ്റ് വൈകിയത് എന്നുള്ള ക്വസ്റ്റ്യനാണല്ലോ എപ്പോഴും നിലനിൽക്കുന്നത്. അതായത് ഒരു റിവെഞ്ചിന് ഇത്രയും അധികം കാലതാമസം എന്തിനായിരുന്നു എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഇവിടെ പല കാര്യത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഗദെ പറയുന്നുണ്ട്, ഗദെ അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുള്ളത്, ഹാംലെറ്റിനെ വിമർശിച്ചിട്ടുള്ളത് ഒരു വിധി കൊണ്ട് തകർന്ന ഒരു ആദർശവാദിയാണ്. അതായത് ഒരിക്കലും തെറ്റിനെ അംഗീകരിക്കുന്നില്ല, പക്ഷേ എന്നാലും വിധി മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരാളായി. അതുപോലെ കോളേജ് പറയുന്നുണ്ട്, അമിതമായി ചിന്തിക്കുന്ന ഒരു ധീരനായിരുന്നു. അതായത് തെറ്റിനെതിരെ ശിക്ഷ കൊടുക്കാൻ ധൈര്യത്തോടു കൂടി മുന്നിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അമിതമായി ചിന്തിക്കുന്നുണ്ട്. ഹാംലെറ്റ് അധികമായി ചിന്തിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ധീരനാണെന്ന് പറയുന്നുണ്ട്. ബ്രാഡ്ലി പറയുന്നുണ്ട്, അമ്മയുടെ വിവാഹം മൂലമുള്ള വിഷാദമായേക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കല്ല, വിലയിരുത്തുന്നത്. അപ്പോൾ ഓരോ വിശദീകരണവും ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പല രീതിയിലാണ് ഹാംലെറ്റിനെ ഇവിടെ നമ്മൾ വിലയിരുത്തുന്നത്. പിന്നെ മറ്റൊരു രീതിയിലുള്ളൊരു ഡിബേറ്റ് നടക്കുന്നത് ഈ മാഡ്നസ് എന്ന് പറയുന്നത് യഥാർത്ഥമാണോ അഭിനയമാണോ. അതായത് ഇവിടെ നമ്മൾ ഹാംലെറ്റ് ഭ്രാന്തനായിട്ട് അഭിനയിക്കുകയാണെന്ന് ഹാംലെറ്റിന് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. അതായത് ആ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട്, റിവെഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പലപ്പോഴും സംശയം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഹാംലെറ്റ് ഡിലേ ആവുന്നത് കൊണ്ടും ചില കാര്യങ്ങൾ മുന്നോട്ട് കറക്റ്റായിട്ട് കൊണ്ടെത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും ഈ ഭ്രാന്ത് എന്നുള്ളത് ഇനി അഭിനയിച്ചതാണോ അതോ റിയൽ ആയിട്ടുണ്ടോ എന്ന രീതിയിലും ഒരുപാട് വിമർശനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് യഥാർത്ഥ ഭ്രാന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബ്രാഡ്ലി പോലെയുള്ള ക്രിട്ടിക്സ് അദ്ദേഹം പറയുന്നത് അഭിനയം മാത്രമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ട് പറയുന്ന സമയത്ത് വേറൊരാൾ പറയുന്നത് ഹാംലെറ്റ് എന്ന് പറയുന്നത് ഭ്രാന്ത് വളരെ യാഥാർത്ഥ്യമായിട്ട് റിയലിസ്റ്റിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കഥാപാത്രത്തെ മാത്രമല്ല ഒരുപാട് ക്രിട്ടിക്സിനെ കൂടി അങ്ങോട്ട് പറ്റിച്ച പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും.
അതായത് ആ ഒരു കഥാപാത്രം ഭ്രാന്തനായിട്ട് അഭിനയിച്ചത് വളരെ റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് കമൻറ്റും, അതേപോലെ തന്നെ ശരിക്കുണ്ടോ അതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് റിവെഞ്ച് 3 വായിക്കുന്നത് ആ രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് അതിനെ നെഗറ്റീവായിട്ടും വിമർശിക്കുക, നെഗറ്റീവായിട്ടല്ല വിലയിരുത്തുന്ന രീതിയിൽ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ ഹാംലെറ്റ് എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ട്രാജഡിയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എല്ലാ വശവും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയിൽ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്റ്റോറി മനസ്സിലാവാൻ ഏറ്റവും എളുപ്പം ആ ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഇടയിലുള്ളൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ഇതിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ഓരോ ഭാഗം, ക്യാരക്ടർ ആണെങ്കിലും സെറ്റിങ്സ് ആണെങ്കിലും സോഴ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഹാംലെറ്റ് എന്ന് പറഞ്ഞ കഥാപാത്രം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിനകത്തുള്ളൊരു ക്ലാസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി കാണുക. താങ്ക് യു സോ മച്ച്.